ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഫുഡ് റെസിപ്പിയാണ്. ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. സാധാ നാട്ടുമാങ്ങ കൊണ്ട് ജാം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് കഴുകി വെച്ചേക്കുന്ന മാങ്ങയാണ്, എങ്കിലും അതിൻ്റെ ചൊനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കഴുകി നമ്മൾ എടുക്കുവാണ്. ചെത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിതിപ്പോൾ നാട്ടുമാങ്ങ ഒത്തിരി ആരൊക്കെയുള്ള മാങ്ങ ആയതുകൊണ്ട് ചെത്താൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ പുഴു ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ചിലതൊക്കെ അഴുക്കുമുണ്ട്, പുഴു ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളത് തൊലി ഇരിഞ്ഞിങ്ങനെ എടുക്കുക. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ്. ഇതിനകത്ത് നിലത്ത് വീണ് പൊട്ടിയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചതഞ്ഞ ഭാഗമൊക്കെ ഉണ്ട്. അതൊന്നും അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ കുറേയൊക്കെ കളയുന്നുണ്ട്. വാവലടിക്കാത്തതും ചതയാത്തതും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ചിലതിനകത്ത് പുഴുവും കാണുമായിരിക്കാം. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ കുറേ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ അതിൽ കുറേ പൊട്ടിയതും പുഴുവായതും ഒക്കെ ഉള്ളത് കളഞ്ഞിട്ട് ബാക്കി വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. ഇത് നാളത്തേക്ക് എടുക്കാൻ നിന്നാൽ വീണ്ടും അത് അഴുക്കായിപ്പോൾ, അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി തന്നെ ആണെങ്കിലും അതങ്ങ് എടുത്തു വെച്ചത്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലൊരു മഞ്ഞ കളർ വരുമ്പോൾ ഒരു സുഖമില്ല കാണാൻ. അപ്പോൾ അത് കാരണം ഇച്ചിരി കളറിന് വേണ്ടിയിട്ടാണ്. വേണ്ടവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റേതായ രീതി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചേർക്കുന്നേ ഉള്ളൂ. ഞാനിതിവിടെ എടുത്ത് വെച്ചപ്പോൾ തൊട്ട് ഇതിന് അളവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൾക്കാർ കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഇത് രണ്ടും കൂടെ അരച്ചെടുത്ത് പേസ്റ്റാക്കി കൊണ്ടുവരട്ടെ. നമ്മൾ ഇത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ നിങ്ങളോട് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതിനകത്തൊരു 3 ഏലക്കയും ഒരു കൊച്ചു കപ്പിന് ശകലം കുറച്ച് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ അനുസരിച്ച് നമുക്ക് പഞ്ചസാര എടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ്. എന്നിട്ട് അത് ഞാൻ ആഡ് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ അടുക്കി പിടിക്കാതെ ഇരിക്കും. മറ്റെന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിനകത്ത് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചട്ടി നന്നായിട്ട് ചൂടായപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് നമ്മൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആകുമ്പോൾ തീ ഒരുപാടാവത്തില്ല. ഒരു 10 മിനിറ്റ് ഇട്ട് ഇതിൻ്റെ വെള്ളമായി എല്ലാം പറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ അരമുറി നാരങ്ങ നീരും ഇതിനകത്ത് ചേർക്കണേ. നാരങ്ങ പെട്ടെന്ന് നോക്കിയപ്പോൾ ചൂടുകാലമല്ലേ, അതുകൊണ്ട് വാങ്ങിച്ച് വയ്ക്കുന്ന ഒന്നും വീട്ടിൽ കാണത്തില്ല. നാരങ്ങ എല്ലാവരും വെള്ളം കുടിക്കും. അത് കാരണം പെട്ടെന്ന് ഞാൻ വിനാഗിരിയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇത് നമ്മൾ ഇളക്കിയതിന് ശേഷം പഞ്ചസാരയും പുളിയും ഒക്കെ ബാലൻസ് ആയോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആയിട്ടില്ല, നമുക്ക് ഇച്ചിരി കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നേ. ഇതിപ്പോൾ അത്യാവശ്യം പറ്റി വരുന്നുണ്ട്. എന്നാലും ഒന്നും കൂടെ ഇത് കാണത്തില്ല, വെള്ളം പറ്റുന്ന കൊളം വരുന്നത്. അത് നിന്ന് കഴിയുമ്പോഴാണ് ഇത് നന്നായിട്ട് പറ്റിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ എൻ്റേതായ രീതിയിലുള്ള സംസാരമാണ് പറയുന്നത്. എത്ര പേർക്ക് ആ ലാംഗ്വേജൊക്കെ പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കുറേ നേരം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരുന്നെങ്കിലും ഏകദേശമൊക്കെ അതിൻ്റെ പാകത്തിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഞങ്ങൾ കൊറോണ സമയത്ത് എന്തുമാത്രം ഫുഡൊക്കെ ഉണ്ടാക്കി. അന്നെങ്ങാനും ഈ ഐഡിയ തോന്നിയൊരു ചാനലെങ്ങാനും തുടങ്ങിയിരുന്നെങ്കിൽ എന്നെ ക്ലിക്കായതിന്. പക്ഷേ ലേറ്റായിപ്പോയി. റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഒരു ശകലം എടുത്ത് കാശിക്ക് നമ്മുടെ കുഞ്ഞിനൊന്ന് കൊടുത്ത് നോക്കട്ടെ. അത് അരിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൻ കൈയിട്ട് വരാൻ വന്നിരിക്കുവാണ്. ഇനിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. കാശി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ശകലം ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? കൈ കൊണ്ട് കാണിക്കാതെ ഉറക്കി പറയാൻ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെ? സൂപ്പറാണോ? അപ്പോൾ കാശിയുടെ അഭിപ്രായം ഒക്കെ ആക്കിയിട്ടുണ്ട്. സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ബീട്രൂട്ട് ആഡ് ചെയ്ത് ജാം ഉണ്ടാക്കിയത് കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യം മഞ്ഞ കളറില്ല. അപ്പോൾ ഇതൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല, നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നല്ല മാങ്ങ സീസണൊക്കെ അല്ലേ. പിന്നെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്കും ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട, JK Talks. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരേക്കും ബായ്.